രാഷ്ട്രീയമായി ജീവിക്കുക എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ആണ് നമ്മൾ കൂട്ടായി ചോദിക്കുന്നത്. രാഷ്ട്രീയമായി ജീവിക്കുക എന്നാൽ എന്ത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ കാട്ടിത്തന്ന ഒരു വലിയ വിപ്ലവകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് നാം ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിപ്ലവകാരിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. നമ്മൾ ഈ ശൂന്യതയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു വലിയ വിപ്ലവകാരിയുടെ ആ ഛായ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അവരോട് തന്നെ ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് നമ്മളിപ്പോൾ ഈ സെമിനാർ നടത്തുന്നത് വാസ്തവം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മൾ എന്താണ് രാഷ്ട്രീയം, ഇന്ന് രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തധാരണ നമുക്കില്ല എന്നുള്ളതാണ്. ഇന്ന് രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ അറിയാത്ത ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ എന്ത് ജീവിക്കണം? പിന്നെ നമുക്ക് സുഖമുള്ള പോലെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളേ ഉള്ളൂ. എന്നിട്ട് അത് രാഷ്ട്രീയ ജീവിതമാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതല്ല, എന്താണ് രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ഇവിടെ നമ്മൾ ആ ഒരു വിപ്ലവകാരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയം എന്ന് നമ്മൾ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുകയും അതിനുത്തരം അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മന്ദാകിനി നാരായണനെ പോലെയുള്ള ഒരു വലിയ ഉജ്ജ്വല വ്യക്തിത്വം രാഷ്ട്രീയമായി ജീവിക്കാനുണ്ടായ പശ്ചാത്തലം, സ്വയം അങ്ങനെ രാഷ്ട്രീയ ജീവിതം കണ്ടെത്താനുണ്ടായ പശ്ചാത്തലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ്. ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തെല്ലാം പരാജയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് അത് വളരെ വൈബ്രൻ്റായിട്ട് ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ ജ്വലിച്ചു നിന്നൊരു പ്രസ്ഥാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതിൽ നിന്നാണ് ഉയർന്നു വന്നത് ഈ പറയുന്ന ഈ വലിയ വ്യക്തിത്വം നോക്കി എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആലോചിച്ച് തുടങ്ങേണ്ടത് ഇന്ന് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു. അതാണ് 100 കൊല്ലമായി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ടിട്ട് 100 വയസ്സായി. RSSനും 100 വയസ്സായി. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും 100 വയസ്സായി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചോദ്യം, RSS എവിടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നിവിടെ? RSS ഈ രാജ്യം ഭരിക്കുകയല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു, കൈപ്പിടിയിലെത്തിക്കുന്നു RSS. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതൊരു പ്രശസ്തമായ പ്രസ്ഥാനമേയല്ല ഇന്ത്യയിൽ. RSSന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പേടിയില്ല ഇന്ന്. കാരണം ഇത് അവശേഷിക്കുന്ന, നമുക്കറിയാമല്ലോ, അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിലുള്ള പ്രസ്ഥാനത്തെ കൂടി RSS വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ കുറ്റമല്ല, ചരിത്രത്തിൽ ഇങ്ങനെ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവതരമായി ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് ഈ ആധിപത്യം പുലർത്തുന്ന RSSനെതിരായിട്ട് ഉയർന്നു വരേണ്ടിയിരിക്കുന്ന ഈ രാജ്യത്തെ ദരിദ്രന്റെയും കീഴാളന്റെയും ആദിവാസിയുടെയും സ്ത്രീയുടെയും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ എല്ലാം ശക്തി സംഭരിക്കുന്ന ഒരു പ്രസ്ഥാനം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഈ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റൂ. അല്ലാതെ സെമിനാറുകൾ നടത്തിയിട്ടോ നമ്മൾ ഈ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, വലിയ വലിയ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, ഇതൊന്നുമല്ല. ഇതൊക്കെ വലിയ വർഗസമരത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. വർഗസമരം നമ്മൾ ഒഴിച്ചു നിർത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ചില പോയിന്റുകൾ മാത്രമേ ഞാൻ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് മുതലാളിത്തത്തോടുള്ള സമീപനത്തിൽ വന്ന പരാജയമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നും ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ബൂർഷ്വാസിയോടുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് പാർട്ടികൾ സ്പ്ലിറ്റ് ചെയ്തത്.
മുതലാളിത്ത എന്ന ആ ഒരു പ്രതിഭാസം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ആദ്യകാല മാർക്സിന്റെ കൃതികളെ വെച്ചുകൊണ്ട് നടത്തിയ വിലയിരുത്തലുകൾ ഉണ്ട്. ഈ വിലയിരുത്തലുകൾ തന്നെയാണ് പിന്നീട് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വാസ്തവത്തിൽ പിന്തുടർന്നത്. മാർക്സ് തൻ്റെ ആദ്യകാല കൃതികൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ട്രിബ്യൂണിലെ ലേഖനങ്ങളോ മാത്രമല്ല മാർക്സ് എഴുതിയിട്ടുള്ളത്. മാർക്സിന്റെ പിൽക്കാല രചനകൾ പലതും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് മറച്ചു പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. 1856 ശേഷം ഉള്ള വളരെ പ്രധാനപ്പെട്ട മാർക്സിന്റെ വിലയിരുത്തലുകൾ മറച്ചു പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ മറച്ചു പിടിക്കപ്പെട്ടതിന് ചില പുസ്തകങ്ങൾ പറഞ്ഞു പോയി എന്നുള്ളതല്ല പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും അതിനു മുമ്പ് അതിനെ തുറന്നുള്ള കൃതികളിലുമെല്ലാം മുതലാളിത്തമാണ് ചരിത്രത്തിന്റെ കർത്തൃസ്ഥാനത്ത് നിൽക്കുന്നത്, ചരിത്രത്തെ നയിക്കുന്നത് മുതലാളിത്ത വികസനത്തിലൂടെയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ എങ്ങനെയാണ് മാർക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ കൊളോണിയലിസം വന്നത് അത് എത്ര ചൂഷകമാണെങ്കിലും എത്ര മർദ്ദിതമാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രാകൃത രാജ്യത്തെ പുരോഗമിപ്പിക്കാനുള്ള ഒരു പുതിയ ശക്തി വന്നിരിക്കുന്നു എന്നാണ് മുതലാളിത്തം. ഈ മുതലാളിത്തം ഇല്ലെങ്കിൽ ലോകത്ത് ഒരു പ്രാകൃതനെയും നന്നാക്കാൻ പറ്റില്ലെന്നാണ് മാർക്സ് വിചാരിച്ചത്. ഇത്തരം ധാരണകൾ മുതലാളിത്തം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ കർത്തൃത്വ സ്ഥാനത്തെ നിഷേധിക്കുകയാണ് മാർക്സ് തന്റെ പിൽക്കാല കൃതികൾ ചെയ്യുന്നത്. പ്രത്യേകിച്ചും 1856 ഗ്രൻഡിസയിൽ മാർക്സ് ഈ നിലപാട് തലതിരിച്ചു പോകും. മാർക്സ് പറഞ്ഞത് മുതലാളിത്തം എന്ന് പറയുന്നത് കർത്തൃസ്ഥാനത്തൊന്നുമല്ല, മുതലാളിത്തം എന്ന് പറയുന്നത് മുതലാളിത്ത മൂലധനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെഡ് ലേബർ, അത് മൃതാധ്വാനമാണ്. മൃതാധ്വാനം കുന്നുകൂടിയ മൃതാധ്വാനമാണ്. കുന്നുകൂടിയ മൃതാധ്വാനം ചീഞ്ഞഴിയുക മാത്രമേ ഉള്ളൂ, അത് പല രൂപം കൊള്ളുന്നു. കുന്നുകൂടിയ മൃതാധ്വാനമല്ല ചരിത്രത്തെ നയിക്കുന്നത്, ലിവിങ് ലേബർ, തൊഴിലാളിയുടെ കീഴാളന്റെ ജീവിക്കുന്ന അധ്വാനമാണ് ചരിത്രത്തിന്റെ കർത്തൃസ്ഥാനത്തുള്ളത് എന്ന് സ്ഥാപിക്കാനാണ് മാർക്സ് തന്റെ പിൽക്കാല കൃതികളിൽ മുഴുവൻ കഠിന പ്രയത്നം നടത്തിയത്. എന്നാൽ ഇത് പ്രസ്താവിക്കുന്ന ആ തൊഴിലാളിയുടെയും കീഴാളന്റെയും കർത്തൃത്വം പ്രസ്താവിക്കുന്ന ഈ ഗ്രന്ഥം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തത് 1972 ഇത് ലെനിനോ, റോസ ലക്സംബർഗോ, മാവസത്തുങ്ങോ ഒന്നും ഇത് കണ്ടിട്ടില്ല. പക്ഷേ അവർ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്ന് ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, അതായത് ചരിത്രത്തിന്റെ കർത്തൃസ്ഥാനത്ത് നിൽക്കുന്നത് മുതലാളിത്ത മൂലധനമാണോ തൊഴിലാളിയുടെ സജീവാധ്വാനമാണോ എന്ന പ്രശ്നത്തെ ഇവരൊക്കെ അഭിമുഖീകരിച്ചിരുന്നു. അത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച വിപ്ലവകാരി മാവസത്തുങ്ങാണ്. അതുകൊണ്ടാണ് മാവസത്തുങ് ഉത്പാദന വികസനം എന്ന് പറയുന്നത് മുതലാളിത്ത വികസനമാണ്, മുതലാളിത്ത വികസനമല്ല സോഷ്യലിസത്തിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് പറഞ്ഞിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബൊമ്പാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് പാർട്ടിയുടെ കേന്ദ്രസ്ഥാനം ആക്രമിക്കുക. പാർട്ടിക്കെതിരായ കലാപമാണ് വിപ്ലവം എന്നാണ് മാർക്സ് അവസാന കാലത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ഇത് അലൻ കാനിങ്ങിനെ പോലുള്ള വലിയ ഫിലോസഫേഴ്സ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യമായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. മുതലാളിത്ത വികസനമാണ് ചരിത്ര പുരോഗതി എന്ന് പറയുന്ന പാർട്ടിയെ ആക്രമിക്കലാണ് വിപ്ലവം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം ചെയ്തത് മുതലാളിത്ത വികസന പാതയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്തം ഇപ്പൊ ഇതാണ് ഗ്ലോബൽ ക്യാപിറ്റലിനെയാണ് ഇപ്പം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മുതലാളിത്ത വികസനം എന്ന പാതയിൽ ചലിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയല്ല, വേറെന്തായാലും. ഇത് ഞാൻ ഗ്രൻഡിസിനെ ആസ്പദമാക്കി മാത്രം പറഞ്ഞതല്ല. ഗ്രൻഡിസ് എന്ന് പറയുന്ന മഹത്തായ കൃതിക്ക് ശേഷം മാർക്സിന് തെളിയിക്കാൻ വേണ്ടി മാർക്സ് തൻ്റെ ക്യാപിറ്റലിന്റെ മുഖവുര തിരുത്തി എഴുതി. റഷ്യയിൽ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മുഖവുര തിരുത്തി എഴുതി. എന്നാൽ അതൊന്നും കൊണ്ട് തൃപ്തിപ്പെടാതെ മാർക്സ് ക്യാപിറ്റലിന്റെ രചന നിർത്തിവെച്ചിട്ട്
പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ പഠനം നിർത്തി ലോക രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ ഇന്ന് അറിയുന്ന എത്നോളജിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന കൃതി. അത് പബ്ലിഷ് ചെയ്തിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. കാരണം ലോകത്തിലുള്ള കീഴാളവർഗങ്ങൾ, ഗോത്രവർഗങ്ങൾ, ആദ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പ്രാകൃതം എന്ന് പറഞ്ഞിരുന്നവർ അവരെയൊക്കെ മാർക്സ് വീണ്ടെടുത്തു. ഇന്ത്യയെക്കുറിച്ച് മാർക്സ് പിന്നീട് പഠനം നടത്തി എന്ന് പറയാം. എന്നിട്ട് ബ്രിട്ടീഷുകാരെ ഭയങ്കരമായിട്ട്, അതായത് ഇവിടെ സ്വകാര്യ സ്വത്ത് നടപ്പാക്കിയ, പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പാക്കിയ കോൾഡ് ലോൺ വാലിസിനെ മാർക്സ് ആദ്യം സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്വകാര്യ സ്വത്തില്ലാതെ മാർക്സ് ഉണ്ടായിരുന്നു, ക്യാപിറ്റലിസം വരില്ലല്ലോ, ക്യാപിറ്റലിസം ഇല്ലാതെ പുരോഗതി ഉണ്ടാവില്ലല്ലോ, ഇല്ലാതെ സോഷ്യലിസം വരില്ല. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടല്ലേ പറ്റൂ എന്നാണ് മാർക്സിന്റെ ധാരണ. ഇത് മാറ്റിയിട്ട് മാർക്സ് പറഞ്ഞു, അന്ന് സ്വകാര്യ സ്വത്ത് ഇവിടെ സ്ഥാപിച്ച ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭു, അവനെ മാർക്സ് അദ്ദേഹത്തിന്റെ മാനുസ്ക്രിപ്റ്റുകളിൽ, അവസാനകാല മാനുസ്ക്രിപ്റ്റുകളിൽ സ്കൗണ്ടറൽ എന്നാണ് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കണം എത്രമാത്രം മാറിയ കാഴ്ചപ്പാടാണ് എന്നുള്ളത്. അതാണ്. അപ്പൊ ഈ ലോകരാജ്യങ്ങളെ കുറിച്ച് മാർക്സ് മുന്നോട്ട് പഠിക്കാൻ തുടങ്ങിയത്, ലോക കീഴാള രാജ്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ വിശദമായിട്ട് എത്നോളജിക്കൽ നോട്ട്ബുക്സിൽ മാർക്സ് ആരംഭിച്ചത് തൊഴിലാളി, ഇതുപോലെ തന്നെയാണ്, തൊഴിലാളി വർഗം മാത്രമല്ല ഒരു വിപ്ലവ ശക്തി. അതാണ്. മറ്റേ തൊഴിലാളി വർഗം മാത്രമാണ് വിപ്ലവ ശക്തി എന്നാണ്. തൊഴിലാളി വർഗം മാത്രമല്ല വിപ്ലവ ശക്തി. ഏറ്റവും അടിത്തട്ടിലുള്ള ദരിദ്രനും എന്നല്ല, നിരക്ഷരരായ സ്വകാര്യ സ്വതന്ത്രം നിറഞ്ഞുകൂടാതെ ജീവിക്കുന്ന ഗോത്രവർഗങ്ങൾ മഹാവിപ്ലവ ശക്തികളാണ് എന്ന് മാർക്സ് കണ്ടു. കാരണം അവരുടെ എന്താണ്, അവരുടെ ലിവിങ് ലേബറാണ് സോഷ്യൽ ലേബർ, സാമൂഹിക അധ്വാനമാണ്. അത് മൂലധനത്തെ തകർക്കാൻ പോകുന്നതാണ്. ഇതിനെ തുടർന്നാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് 1870-കളിൽ മാർക്സ് ദീർഘമായ കത്തിടപാടുകൾ നടത്തുന്നുണ്ട്. അന്നത്തെ റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട്. അന്നത്തെ റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളെല്ലാം മറ്റൊരാൾ വിശ്വസിച്ചിരിക്കുന്നത്, കാരണം നമ്മളെങ്ങനെയെങ്കിലും ഈ ആദിവാസികളെയൊക്കെ തകർത്ത്, നമ്മളെങ്ങനെയെങ്കിലും ഈ പ്രാകൃതരെയൊക്കെ പരിഷ്കരിച്ച് അവരെയെല്ലാം എന്താക്കണം, തൊഴിലാളി വർഗമാക്കണം. തൊഴിലാളി വർഗമാക്കിയിട്ട് പിന്നെ മുതലാളിത്തം വികസിപ്പിക്കണം. മുതലാളിത്തം വികസിപ്പിച്ചിട്ട് അടുത്ത പടിയായിട്ട് നമുക്ക് സോഷ്യലിസവും പിന്നെ കമ്മ്യൂണിസവും കൊണ്ടുവരണം. ഇതാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രകടനമൊക്കെ വിശ്വസിച്ചിട്ടുള്ളത്. മാർക്സ് അന്ന് കത്തിലെഴുതി. മാർക്സ് ആ കത്തെഴുതുന്ന സമയത്ത് അനേകം ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കുന്നതിന് ഒരു കാരണം തന്റെ നിലപാട് കംപ്ലീറ്റ് തലകീഴ് മറിയുകയാണ്. മാർക്സ് പറഞ്ഞു, അന്ന് കിഴക്കൻ റഷ്യയിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ അന്ന് അവർ വാദിച്ചതാണ്, അവിടെ സ്വകാര്യ സ്വത്ത് പോലുമില്ല. പിന്നെങ്ങനെയാണ് മാർക്സ് സഖാവേ വിപ്ലവം നടത്താൻ പറ്റുക എന്നാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സ്വകാര്യ സ്വത്ത് ഇല്ലാത്തതാണ്, അവർ നേരെ പ്രവേശിക്കാൻ പോകുന്നത് കമ്മ്യൂണിസത്തിലേക്കാണ്. അതാണ്, അവർക്ക് സ്വകാര്യ സ്വത്തിൽ കൂടെ കടക്കണ്ട. ഈ ദുരിതങ്ങളുണ്ടല്ലോ, മുതലാളിത്തത്തിലൂടെ കടന്ന് അങ്ങനെ ഈ ഘട്ടം ഘട്ടമായിട്ട് പോയിട്ട് ദുരിതങ്ങളെല്ലാം സഹിച്ച് കമ്മ്യൂണിസത്തിൽ പോകേണ്ട ആവശ്യമില്ല. അവരിപ്പൊ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർ നേരിട്ട് കിടക്കും. ഇത് ഈ ഒരു ഫാക്ടർ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്നും. കാരണം അതവർക്ക് ഇത് ഈ പറഞ്ഞ ആദ്യകാല ജനങ്ങൾ വായിച്ച് ഉറച്ചുപോയ ഘട്ടമാണ് സ്റ്റേജിസം. സ്റ്റേജിസം ഈസ് എ ഡിസീസ്. അത് രോഗമാണ്. അത് പിടിപെട്ടവരാണ്. പിടിപെട്ടവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടാൻ വലിയ, അല്ലെങ്കിൽ മോസത്തിനെ പോലെ വലിയ ഇച്ഛാശക്തിയുള്ള ആളുകൾ വേണം പാർട്ടിക്കെതിരായി യുദ്ധം ചെയ്യാൻ പറയാൻ. അങ്ങനെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ അംബേദ്കർ അവരെ ബ്രാഹ്മിൻ ബോയ്സ് എന്ന് വിളിച്ചത്. ബ്രാഹ്മിൻ ബോയ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ആ അംബേദ്കർ സ്റ്റാലിനോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് മാർക്സിന്റെ ഈ നിലപാടിൽ വന്ന പരിവർത്തനം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുമായിരുന്ന മാറ്റങ്ങൾ വളരെ വമ്പിച്ചതാകുമായിരുന്നു.
അത് നടക്കാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാർക്സിൻ്റെ പിൽക്കാല കൃതികൾ, സ്റ്റാലിൻ്റെ റഷ്യ മൊത്തത്തിൽ ആദ്യം തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ റയോസിനോ എന്ന് പറയുന്ന ആളാണ് മാർക്സിൻ്റെ കംപ്ലീറ്റ് വർക്സിൻ്റെ എഡിറ്ററായിട്ട് വന്നത്. അയാൾ ഇത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം ഈ ഘട്ടവാദത്തിൻ്റെ അസുഖം പിടിപെട്ട ആളാണ്. അയാൾ പറഞ്ഞു, ഇത് മാർക്സിന് പ്രായമായപ്പോൾ ഉണ്ടായ ബുദ്ധിക്ഷയത്തിൽ നിന്നും എഴുതിയതായിട്ട് പ്രായമായല്ലോ കുറേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി മന്ദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നും അച്ചടിച്ചില്ല. ഇതൊന്നും കളക്ടർ ബസ് ചേർക്കണ്ടെന്ന് തീരുമാനിച്ചു. ചേർത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ 1982 1974 വന്നത്. വായിക്കുന്നത് മനസ്സിലായില്ലേ? ഇങ്ങനെ പ്രസംഗിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടാണ് വന്നത്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നേരിട്ട് പറയാനാണ് തോന്നിയത്. അതാണ് ഇങ്ങനെ ഒരു. അപ്പോൾ ആ പുസ്തകം അതെല്ലാം റയോസിനെ തടഞ്ഞു വെച്ചു. സ്റ്റാലിൻ്റെ കാലമായപ്പോഴേക്കും റയോസിനെ അവസാനം കളക്ടർ ബസ് ചേർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റാലിൻ സമ്മതിച്ചില്ല. റയോസിനെ അറസ്റ്റ് ചെയ്യുകയും അയാളെ വെടിവെച്ചു. മനസ്സിലായില്ല? മാർക്സിന്റെ പിൽക്കാല ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ആദിവാസിയും ദളിതനും കീഴാളനുമാണ് യഥാർത്ഥ വിപ്ലവകാരിയെന്നും അവരിലൂടെയാണ് ലോകത്ത് കമ്മ്യൂണിസം വരാൻ പോകുന്നതെന്നും ഉള്ള മാർക്സിന്റെ പിൽക്കാല കണ്ടെത്തലുകൾ സ്റ്റാലിനിസത്തിന് ചേരുന്നതല്ല. അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മൂന്നാം ഇന്റർനാഷണലിലൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രചരിച്ചു. മൂന്നാം ഇന്റർനാഷണൽ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിച്ചു. കാരണം ഇവിടെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പറയുന്നത് മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നശിച്ചു വീഴും. അതിൻ്റെ സ്വാഭാവികമായ പരിണതിയിലേക്ക്. കാരണം എന്താ? നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന കാര്യവും മുതലാളിത്ത വികസനമാണ്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ നടത്തിപ്പുകാരനാണ് നരേന്ദ്രമോദി. കോർപ്പറേറ്റ് മുതലാളിത്തം ഇന്ന് ലോകത്ത് ചെയ്യുന്നത് ലോകം മുഴുവനും ഫാസിസ്റ്റ് ഭരണാധിപന്മാരെ പ്രതിഷ്ഠിച്ച് ആഗോള കോർപ്പറേറ്റ് മുതലാളിത്തം നടപ്പാക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷക്കാർ വേണ്ട, അവർ തന്നെ നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യയുടെ കുഴപ്പം. അപ്പോൾ എന്ത് പറ്റുന്നു? മുതലാളിത്ത വികസനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അറിയാതെ നരേന്ദ്രമോദിയുടെ വായി ചെന്ന് കയറി. എന്ന് പറയത്തില്ലേ, ചക്ഷുശ്രവണ ഇളസ്തമാം ദുർദൂരം എന്ന് പറയില്ലേ? പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയെ പോലെയാണ് ഇപ്പൊ ഇടപെട്ടു. എപ്പോൾ വിഴുങ്ങിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ എന്താണ് രാഷ്ട്രീയം എന്ന് ഇവിടെ ഈ കാര്യം സൈദ്ധാന്തികമായിട്ടല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 50കൾക്ക് ശേഷം മാർക്സിൻ്റെ സൈദ്ധാന്തിക രചനകൾ വായിക്കാതെ തന്നെ ഈ ലോക കീഴാള ജനത മനസ്സിലാക്കി. ഞാൻ ലോക കീഴാള ജനത എന്ന് പറയുന്നത് സ്ത്രീകൾ, അതുപോലെ കറുത്തവർ, ദളിതർ, ഇവരെല്ലാം ചേരുന്നവരാണ് ലോക കീഴാള ജനത. അവരെല്ലാം മനസ്സിലാക്കിയിട്ടാണ് 60കളിൽ അവർ പടിഞ്ഞാറൻ ലിബറൽ ബൂർഷ്വാ ജനാധിപത്യത്തിനും സ്റ്റാലിനിസത്തിനും എതിരാണ്. കാരണം ലിബറലിസത്തിൻ്റെ ഇരട്ടത്താപ്പിനും സിവിൽ സമൂഹത്തെ തന്നെ സ്റ്റേറ്റ് അബ്സോർബ് ചെയ്യുന്ന, സ്റ്റേറ്റ് ഇല്ലാതാക്കുന്ന സ്റ്റാലിനിസത്തിനും എതിരായിട്ടാണ് ഫ്രാൻസിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലാം കലാപങ്ങളുണ്ടായി. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ 60കളിൽ വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ട് അതിൻ്റെ പൊളിറ്റിക്സിനെതിരായിട്ടാണ് ആ കലാപം ഫ്രാൻസിൽ ഉണ്ടായത്. അവിടെ അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ചെയ്യും. തൊഴിലാളികളും തൊഴിലില്ലാത്തവരും സ്ത്രീകളും എല്ലാം ചേരുന്നതാണ്. ഇങ്ങനൊരു പുതിയ
വർഗസമന്വയം, മാർക്സ് പറഞ്ഞ ആ വർഗങ്ങളുടെ ഒരു ഉയർച്ച ആ കാലത്തുണ്ടാകുന്നു. ലോകം മുഴുവനും അത് പ്രതീക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ നക്സലൈറ്റ് പ്രസ്ഥാനം പോലും ഉണ്ടാകുന്നത്. നമ്മളതിനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയൊക്കെ അതിൻ്റെ സാങ്കേതികമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ടാമത്തെ പിളർത്തമൊക്കെ സാങ്കേതികമാണ്. പക്ഷേ നക്സൽ ബാരിയിലുണ്ടായത് ആദിവാസികളുടെയും ദളിതരുടെയും കൃഷിക്കാരുടെയും കലാപമാണ്. ഇത്തരം കലാപങ്ങൾ ലോകത്ത് അക്കാലത്ത് എല്ലായിടും ഉണ്ടാകുന്നു. അപ്പോഴങ്ങനെ ലോകം മുഴുവനും അത്തരം കലാപങ്ങൾ ഉയർന്നു വന്ന ഒരു കാലഘട്ടം. ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ അത്തരത്തിൽ ലോക മുതലാളിത്തത്തിനെതിരായി ഒരു വർഗസമരം ലോകത്തിലുണ്ട്. ഇതാണ്